ഫ്രണ്ട്സ്, HPCLന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന 2 കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ വാക്കൻസി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പെർമനന്റ് വാക്കൻസിയാണ്, അത്യാവശ്യം നല്ല സാലറിയും, അതായത് നമുക്ക് നിയർ 1 ലാഖിൻ്റെ അടുത്ത് സാലറിയും പ്രതീക്ഷിക്കാം. പിന്നെ ഒട്ടനവധി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാവുന്ന പോസ്റ്റാണ്. മറ്റു ODE HR തുടങ്ങിയുള്ള മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ HPCL അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക എന്നുള്ളതാണ്. ഇനി അപ്രന്റീഷിപ്പ് ചെയ്യാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അതൊരു തടസ്സമേ അല്ല. പക്ഷേ HPCL അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിലാക്സേഷൻ, ഏജിലൊക്കെ ഒരു ചെറിയ ഇതും പിന്നെ കുറച്ചൊരു ഗ്രേസ് മാർക്കൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടനവധി നമ്മുടെ ചാനലിൽ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ കാണാം. അപ്പോൾ എന്താണ് HPCL എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1 ജൂൺ ആണ്. അപ്പോൾ ജൂൺ 1 മുതൽ ഇതിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രഷേഴ്സിന് ഏതുവരെ അപ്ലൈ ചെയ്യാം. ഇതിലാണ് ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനുള്ള വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30 ജൂൺ 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 15 ജൂലൈ വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിനും 2 ഡേറ്റ് ആണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെയിം ആണ് കേട്ടോ, 1 ജൂൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫ്രഷേഴ്സിന് വന്നിരിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, പേ സ്കെയിൽ കാണാം, വേക്കൻസി കാണാം, മാക്സിമം ഏജ് ലിമിറ്റ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, മിനിമം എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ ഇല്ല. ഇവിടെ കാരണം ഇവിടെ ഫ്രഷേഴ്സാണ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള കോളം ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സീരിയൽ നമ്പർ ഇവിടെ കാണാൻ 2.1 2.2 അങ്ങനെയാണ് സീരിയൽ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ കാണാം, 30,000 മുതൽ 1,20,000 ആണ് വരുന്നത്. 10 വേക്കൻസികളുണ്ട്, 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC ST OBC PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ ഇവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മിനിമം 3 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന HPCL കയറാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ട് കണ്ട് ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണ് സെലക്ഷനിലെ കാര്യങ്ങളൊക്കെ പറയാം, പ്രിപ്പയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ കയറി പറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സബ്ജക്റ്റ് ഒരു മാറ്റർ അല്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ ആണ്. ഇതിലേക്ക് 50 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇതിന് സെയിം സ്കെയിലാണ് വരുന്നത്. ഇവിടെ 25 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിപ്ലോമയാണ് ചോദിക്കുന്നത്. 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ വേണ്ട. ഇനി അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ്, 15 വേക്കൻസി ഉണ്ട്. സെയിം സ്കെയിലാണ് വരുന്നത്. 25 ഏജ് ലിമിറ്റ് കേട്ടോ, സോറി വയസ്സിൽ മറ്റേ എന്താ പറയുക വേക്കൻസി ഇല്ല, വേക്കൻസി 15 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ എന്നാണ് വേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ജസ്റ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ, പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ആണ്. ഇതിലേക്കും സെയിം സ്കെയിലാണ്, 19 വേക്കൻസി, 25 വയസ്സ് വരെ ഇതിലേക്ക് മാക്സിമം നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള. ഞാൻ പറഞ്ഞു ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഞാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ 3 വർഷം എന്താണ് നിങ്ങൾക്ക് ഫുൾ ടൈം ഗ്രാജുവേഷനാണ് പറയുന്നത്. കെമിസ്ട്രിയിലുള്ള ബിരുദം വേണം കേട്ടോ. അപ്പോൾ BSc കെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ യാതൊരുവിധ മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 50,000 മുതൽ 1,60,000 സ്കെയിൽ മാറിയിട്ടുണ്ട്. 98 വേക്കൻസി ഉണ്ട്. ഇതിൽ 25 ഏജ് ലിമിറ്റ് ഇതിൻ്റെ വരുന്നത്. ഇതിലേക്ക് 4 ഇയേഴ്സ് ഈ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ആ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് BA or BTech ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അലൈഡ് ബ്രാഞ്ചസ് ഏതാണെന്നുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എന്താണ് ഒരു ഓർഡറിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്നതിനനുസരിച്ച് പിന്നെയും നമ്മളത് മേലോട്ടേക്ക് വരും. നമ്മളിതിൽ എഡിറ്റിംഗ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ഓർഡറിൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ BA or BTech ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ബ്രാഞ്ചസിൽ നിങ്ങൾക്ക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അവിടെ മെക്കാനിക്കലിന് തുല്യമായിട്ടുള്ള അതിൻ്റെ എന്താ
എന്താണ് കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്, പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെയിം സ്കെയിലിനാണ് വരുന്നത്. 35 വേക്കൻസി ഉള്ളത്. 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്കും 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ അതിൻ്റെ എലൈഡ് ബ്രാഞ്ചസോ ഒക്കെ ആ ലെവലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BR BTech ഒക്കെ കണ്ടാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത് സിവിൽ എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് സെയിം സ്കെയിലാണ് വരുന്നത്. 16 വേക്കൻസിൻ്റെ 25 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BR BTech അല്ലെങ്കിൽ 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എലൈഡ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇനി അടുത്തത് കെമിക്കൽ എഞ്ചിനീയർ ആണ്. ഇതിലും സെയിം സ്കെയിലാണ്. 26 വേക്കൻസി വരുന്നത്. 25 ഏജ് ലിമിറ്റ്. ഇതിലും നിങ്ങൾക്ക് എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ അതിൻ്റെ എലൈഡ് ബ്രാഞ്ചസിലുള്ള 4 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അക്കൗണ്ട്സ് എന്നുള്ള ഇതിലും കൂടെ കാണാം. 50,000 മുതൽ 1,60,000 തന്നെയാണ്. 24 വേക്കൻസി ഇതിലുണ്ട്. 27 ഏജ് ലിമിറ്റ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് CA ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന കംപ്ലീഷൻ ഓഫ് മാൻഡറ്ററി ആർട്ടിക്കിൾഷിപ്പ് ആൻഡ് മെമ്പർഷിപ്പ് ഓഫ് ICAI, അപ്പോൾ ICAയിലുള്ള ആ ഒരു മെമ്പർഷിപ്പ് അതുപോലെ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു ക്വാളിഫിക്കേഷൻ പാടെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡിഗ്രി ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 3 ഇയർ ഡ്യൂറേഷനുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്ലസ് CA ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, CA അതോടൊപ്പം തന്നെ ഈ മെമ്പർഷിപ്പ് ICAയിലെ മെമ്പർഷിപ്പ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓഫീസർ HR ആണ്. 50,000 മുതൽ 1,60,000 6 വേക്കൻസിയാണ് ഇതിലുള്ളത്. 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സോ നിങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. PG അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ HR അതുപോലെ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ സൈക്കോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു PG ഉണ്ടായിരിക്കുക. 2 വർഷം ഡ്യൂറേഷനുള്ള PGയോ അല്ലെങ്കിൽ അതുല്യമായുള്ള മറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ MBA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. MBAയിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ HR ആയിരിക്കണം അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സെയിം സ്കെയിലാണ്. ഒരു വേക്കൻസി ആണുള്ളത്. 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2 ഇയർ ഫുൾ ടൈം PG എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലുള്ള ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് 2 വർഷം ഡ്യൂറേഷനുള്ള. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഡിഗ്രി എന്തായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആയിരിക്കണം. അതായത് 4 ഇയർ ഡ്യൂറേഷനുള്ള മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇൻസ്ട്രുമെൻറ്റേഷനോ കെമിക്കലോ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 4 ഇയർ എന്താണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് എന്താണ് നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ഈ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലുള്ള PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ്. അതായത് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിൻ്റെ വേക്കൻസീസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് പറയുന്നതിന് ഇതിന് എക്സ്പീരിയൻസ് വേണം. ചെറിയ രീതിയിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം. ഇതിലേക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് ചെറിയ പേ സ്കെയിലിൽ വ്യത്യാസം വരും കേട്ടോ. ഇവിടെ 2 വേക്കൻസിയാണ്. ഇതിൽ ഈ പറയുന്ന മിനിമം 3 ഇയർ അല്ലെങ്കിൽ 6 ഇയർ അങ്ങനെ 2 രീതിയിലാണ് എക്സ്പീരിയൻസ് വരുന്നത്. മിനിമം 3 ഇയർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ഇയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി മോർ ദാൻ 3 ഇയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഏജ് ലിമിറ്റ് മാക്സിമം എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 6 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 33 വരെയൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന 3 ഇയർ ഡ്യൂറേഷനുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രി, അത് ഡിഗ്രിയിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളൂ കേട്ടോ. പ്രധാന സബ്ജക്റ്റായിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രി ആയാൽ മതി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഡിഗ്രി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പക്ഷേ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളൂ, നമ്മുടെ ഡിഗ്രി ലെവലിൽ അത്രേ ഉള്ളൂ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ഹിന്ദിയിലുള്ള PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 വർഷം ഡ്യൂറേഷൻ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതിൽ ഞാൻ പറഞ്ഞു മിനിമം 3 ഇയർ അല്ലെങ്കിൽ ഈ പറയുന്ന 6 ഇയർ വരെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്ത ലോ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ സ്കെയിലൂടെ കാണാൻ നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ട്. 26 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള നിയമത്തിലുള്ള ബിരുദം, ഓക്കെ, LLB കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല +2 കഴിഞ്ഞിട്ട് നിങ്ങൾ 5 ഇയേഴ്സ് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി വിത്ത് LLB എന്നുള്ള ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി ഓഫീസർ ഉത്തർപ്രദേശാണ്. അപ്പോൾ ഇത് വേക്കൻസി ഉത്തർപ്രദേശിലായിരിക്കും കേട്ടോ, അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. 27 ഏജ് ലിമിറ്റ് വരുന്നത്.
ഇവിടെ കാണാം 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ കെമിക്കലോ അല്ലെങ്കിൽ സിവിലോ ഇതിലേതെങ്കിലും ഡിസിപ്ലിനിൽ കേട്ടോ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരുന്ന ഡിപ്ലോമ വേണം. അതായത് ഈ പറയുന്ന ഡിഗ്രി അതല്ലെങ്കിൽ ഡിപ്ലോമ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ആ ഡിഗ്രി ആ ഡിപ്ലോമ ഉത്തർപ്രദേശ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഹിന്ദി ലാംഗ്വേജിൽ നല്ല അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് സേഫ്റ്റി ഓഫീസർ തമിഴ്നാടുണ്ട്. 50,000 3 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാജുവേഷനാണ് 4 വർഷം ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ വേണം. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ വേണം. പ്ലസ് നമുക്ക് തമിഴ് ലാംഗ്വേജ് അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് 2 വർഷമാണ് കേട്ടോ മിനിമം എക്സ്പീരിയൻസ് വേണ്ടത്. ഇനി അടുത്തത് സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. ഇതിൽ 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു പോസ്റ്റ് പറഞ്ഞിട്ട് രണ്ടിനും സെയിം ക്വാളിഫിക്കേഷനാണ്. സീനിയർ ഓഫീസർ സിറ്റി, ഇത് നമുക്ക് പ്രൊജക്റ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് CGD പ്രൊജക്ട്സ് ആണ്. ഇത് CGD ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ 2 ചെറിയ വേരിയേഷനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു 6 വേക്കൻസിൻ്റെ 28 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ സിവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 4 ഇയർ ഡ്യൂറേഷനുള്ള ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷമാണ് ഈ പറയുന്ന CGD ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഈ CGD പ്രോജക്ട്സിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സീനിയർ ഓഫീസർ സെയിൽസ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 25 വേക്കൻസി ഉണ്ട്. 29 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് 4 ഇയർ ഡ്യൂറേഷനുള്ള, അതായത് ഈ പറയുന്ന റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണം, നിങ്ങൾക്ക് ഈ പറയുന്ന MBA അല്ലെങ്കിൽ PGDMO ഉണ്ടായിരിക്കണം കേട്ടോ. ഫുൾ ടൈം ആയിട്ട് 2 ഇയർ ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ PGDM ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് സീനിയർ ഓഫീസർ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷം അല്ലെങ്കിൽ 5 വർഷം, മിനിമം 2 അല്ലെങ്കിൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷമൊക്കെ ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 32. അതിൻ്റെ ഒരു ചാർട്ട് ഇതിലുണ്ട്, അത് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ദെൻ 6 വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതവിടെ കാണാം. 4 ഇയർ ഡ്യൂറേഷനുള്ള റെഗുലർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 4 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. പ്ലസ് 2 വർഷം ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ PGDMO ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പോസ്റ്റിനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ. അതിൽ 2 വേക്കൻസി ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ കാണാം മാനേജർ ടെക്നിക്കലാണ്. ഇതിലേക്ക് 3 വേക്കൻസിയാണ്. 34 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. യെസ്, ഇത് പെട്രോ കെമിക്കലാണ് കേട്ടോ, വേറെ കാറ്റഗറിയാണ്. ഓക്കെ, ഇതിൽ 34 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷം ഡ്യൂറേഷനുള്ള കെമിക്കൽ അല്ലെങ്കിൽ പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിൽ അപ്ലൈ ചെയ്യാം. 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതൊക്കെ 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ അടുത്ത് 18 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഇതൊക്കെ 4 ഇയർ ഡ്യൂറേഷനുള്ളത് മെക്കാനിക്കൽ സിവിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കെമിക്കൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ മതിയിട്ട് പറഞ്ഞിരിക്കുന്നതിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഓരോരോ വേക്കൻസികളാണ്. ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഓക്കെ 4 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ ഇതൊക്കെ 18 വർഷമാണ് കേട്ടോ എക്സ്പീരിയൻസ്. ഒരു വേക്കൻസിയാണ്. 45 ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4 ഇയർ ഡ്യൂറേഷനുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം 3 ഇയർ ഡ്യൂറേഷനുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന MBA അല്ലെങ്കിൽ MBA നിങ്ങൾക്ക് ഈ പറയുന്ന സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷനോടുകൂടി MBA ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 18 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത് 21 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിലൊക്കെ 4 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ നോക്കാം, നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണുള്ളത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് കൂടുതൽ നിങ്ങൾ നോക്കാം. ദെൻ അടുത്ത IS ഓഫീസറാണ്. ഇതിൽ നിങ്ങൾക്ക് 10 വേക്കൻസിയാണ് ഉള്ളത്. 15 ഇതിൻ്റെ CTC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പെർ ആനം നമുക്ക് അത് മോർ ദാൻ നമുക്ക് 1 lakhൻ്റെ മുകളിൽ സാലറി പ്രതീക്ഷിക്കാം. ദെൻ നമുക്ക് എന്താണ് 29 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താണ് റെഗുലർ ആയിട്ടുള്ള 4 ഇയർ ഡ്യൂറേഷനുള്ള BTech ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ പറയുന്ന IT എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം അതായത് MCA കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ഡാറ്റാ സയൻസിലുള്ള PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങൾക്ക് IS സെക്യൂരിറ്റി ഓഫീസറാണ്. നിങ്ങൾക്കുള്ള സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസിയാണ്. ഇത് 36 lakh
പെർ ആനമാണ് വരുന്നത് കേട്ടോ. 45 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിൽക്കണം 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേക്കൻസികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് പൊസിഷൻ വൈസ് അതിൻ്റെ എന്താണ് മാക്സിമം പെർമിസിബിൾ ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ആ ഏജ് വേരിയേഷൻ വരുന്നുണ്ടല്ലോ എക്സ്പീരിയൻസിനനുസരിച്ച്. അപ്പോൾ അതൊക്കെ എത്ര എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു ഇതിൽ കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വേരിയേഷൻ, എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. മറ്റുള്ളത് നോക്കണ്ട. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടല്ലോ, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിനുള്ള വേക്കൻസി ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഈ ചാർട്ട് നോക്കിയാൽ മതി. മറ്റേ ഫ്രഷേഴ്സിനുള്ളവർ വിദ്യാർത്ഥികൾ നോക്കണ്ട. അവർക്ക് ആ ഫിക്സ്ഡ് ഏജ് അവിടെ നമ്മൾ പറഞ്ഞു. അല്ലാത്തവർക്ക് അത് എക്സ്പീരിയൻസിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ അതാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഇക്വലൻ്റ് അല്ലെങ്കിൽ അലൈഡ് ബ്രാഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും, ഇത് ഇലക്ട്രിക്കലാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ 4 വർഷം ഡ്യൂറേഷനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, അതിൻ്റെ ആ കോർ എന്താണ് ഡിസിപ്ലിൻ തന്നെ വേണമെന്നില്ല, അതിൻ്റെ മറ്റു കോമ്പിനേഷനിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിലിൻ്റെ ഇവിടേക്കുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണത് കൊടുത്തിട്ടുണ്ട്. അതിന് ഇക്വലൻ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കോഡ് ഡിപ്ലോമ ഡിസിപ്ലിനും എലിജിബിൾ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെക്കാനിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷനോട് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് സിവിലാണെങ്കിൽ സിവിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസേഷനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അടുത്തത് മിനിമം മാർക്സ് ആണ് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമക്ക് വേണ്ട മിനിമം മാർക്സ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് CA എന്ന് പറയുന്ന, അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 50% മാർക്ക് മതി. ഓക്കെ, ഇനി ബാക്കി എല്ലാ പോസ്റ്റിലേക്കും മിനിമം നമുക്കിതാ ജനറൽ OBC NCL എന്നാണ് കേട്ടോ ഇത് ഉദ്ദേശിക്കുന്നത്. OBC NC എന്ന് പറയുന്നത് OBC നോൺ ക്രിമിനൽ എന്നുള്ളതാണ്. EWS ഈ പറയുന്ന കാൻഡിഡേറ്റ്സ്, ഈ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് 65% മാർക്ക് വേണം. എന്നാൽ SC/ST PWD ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. അപ്പോൾ നിങ്ങളുടെ ഡിപ്ലോമ ഡിഗ്രി ഇതിലൊക്കെ നിങ്ങൾക്ക് 65% മിനിമം മാർക്ക് വേണം. ജനറൽ OBC അതുപോലെ EWS ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് SC/ST PWD ആണെങ്കിൽ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്, 55% മാർക്ക് മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ നിങ്ങളുടെ റോള് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ടേബിളിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് താഴോട്ട് വരാം. ഇത് കുറച്ചധികം ഇങ്ങോട്ട് അടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൊരു ചാനലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാക്ഷനൊക്കെ ഇടാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഞാനുമായിട്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. താഴോട്ടാക്കണം കേട്ടോ കുറച്ച്. യെസ്, ഇനി നമ്മൾ മറ്റു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇനി ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ട് ഒരു ഇനീഷ്യലി അവരൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. ഇപ്പോൾ ലോ ഓഫീസർ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സബ്ജക്റ്റീവ് ആയുള്ള ടെസ്റ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, 2 പാർട്ടാണ് ഇതിലുണ്ടാകുക. അതിൽ നിങ്ങൾക്കൂടെ കാണാം, ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജാണ് രണ്ടാമത്തെ പാർട്ടിൽ വരിക. അത് നിങ്ങളുടെ ക്വാളിഫയിങ് ഡിഗ്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, നമ്മുടെ ഡിസിപ്ലിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരിക. അപ്പോൾ ഇതിൽ ഇനിഷ്യലി ഈ പറയുന്ന രീതിയിലാണ് നിങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് അവർ വേറെ പല മെത്തേഡ്സും വേണമെങ്കിൽ ഇതിൽ എടുക്കാം. അതായത് കമ്പ്യൂട്ടർ ബേസ് എടുക്കാം, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് എടുക്കാം, ഇനി നെറ്റിൻ്റെ സ്കോർ എടുക്കാം. അതൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ടൈപ്പിംഗ് ടെസ്റ്റ് എടുക്കാം, ഗ്രൂപ്പ് ടാസ്ക് എടുക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻ എടുക്കാം. ഇങ്ങനെ ഏത് സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഇങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഏത് കാറ്റഗറി, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ്, അപ്പോൾ അതൊക്കെ എല്ലാ പോസ്റ്റിലേക്കും ഇല്ല കേട്ടോ. ചില പോസ്റ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഏത്
മെത്തേഡ് വേണമെങ്കിൽ അവരെന്ത് ചെയ്യാം, അത് എന്താണ് സെലക്ഷൻ്റെ ഭാഗമാകാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. നമ്മുടെ ഒരു മെജോറിറ്റി നമ്മൾ ഈ പറയുന്ന മറ്റു ടെസ്റ്റുകളെക്കാളും കൂടുതലൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇനീഷ്യലി നിങ്ങൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഉണ്ടാകുക. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന മറ്റേതെങ്കിലും ടൈ ബ്രേക്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ജസ്റ്റ് ക്വാളിഫൈ നേച്ചറായിട്ട് ചിലപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടാകാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയാണ്, ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ എടുക്കുക. അത് മേ ബി എന്താണ് ഈ പറയുന്ന മറ്റു എന്താണ് സെലക്ഷൻ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സി ടി സി എന്ന് പറയുന്നത് നമുക്കതിൻ്റെ എന്താണ് ഇയർലി നമുക്ക് വേണ്ടി കമ്പനി എത്ര ചിലവാക്കുന്നുണ്ട് എന്നുള്ള എമൗണ്ടാണ് ഇവിടെ കാണാം കേട്ടോ. അത് നമുക്ക് അതിലെല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കൊരു നിയർ 1 lakhൻ്റെ അടുത്ത് തന്നെ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ, അലവൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ DHR തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അലവൻസും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങളിവിടെ കണ്ട് സ്കിപ്പ് ചെയ്യേണ്ട, നമ്മൾ ആദ്യം തന്നെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നു വേണ്ട, നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 3 year വർക്ക് ചെയ്യണം. അതായത് നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ മിനിമം 3 year നമ്മളിതിൽ വർക്ക് ചെയ്യും. അതുതന്നെ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള, അതായത് നമുക്ക് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അതല്ലാതെ വെറുതെ എന്തെങ്കിലും കാരണമൊന്നും ഇല്ലാതെ നമുക്ക് ബ്രേക്ക് ചെയ്ത് പോരാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബോണ്ട് വെക്കുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ അവർക്ക് 3 ലക്ഷത്തിൻ്റെയും, മറ്റുള്ളവരാണെങ്കിൽ അവർക്ക് OBC അതുപോലെ SC/ST PWD ഒക്കെ ആണെങ്കിൽ EWS ആണെങ്കിൽ 50,000-ൻ്റെയും ബോണ്ടാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സാലറി ഈ പറഞ്ഞ ഞാൻ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്കെയിലാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതെങ്കിൽ, അങ്ങനെ സ്കെയിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ സ്കെയിലാണെങ്കിൽ നിങ്ങളുടെ എടുത്തുന്നതിൻ്റെ റിട്ടൻഷൻ എമൗണ്ട് ഉണ്ട്. മന്ത്ലി ഒരു പ്രൊബേഷൻ പീരീഡിൽ കേട്ടോ, പ്രൊബേഷൻ പീരീഡിൽ 5,000 രൂപ പെർ മന്ത് നിങ്ങളെ അടുത്ത് നിന്ന് പിടിക്കും. ഓക്കെ, 12 മാസം, ആദ്യത്തെ ഫസ്റ്റ് 12 മാസം 5,000 രൂപ നിങ്ങളടുത്ത് നിന്ന് പിടിക്കും. ഇനി ഈ ഒരു സ്കെയിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് 50,000 1,60,000 മുതൽ 2,40,000 ഈ സ്കെയിലാണ് നിങ്ങൾ സാലറി വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊബേഷൻ സമയത്ത് 8,000 പെർ മന്ത് നിങ്ങളടുത്ത് നിന്ന് പിടിക്കും. അത് ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുക. ആ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു 3 year നമ്മൾ ഇവരുമായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മൾ ആ 3 വർഷം നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ ആ 3 വർഷം സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ, അതായത് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടൻഷൻ എമൗണ്ട് എന്നാണ് പറയുക. നമ്മളടുത്ത് പിടിച്ചു വെച്ച ഈ എമൗണ്ട് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ 3 വർഷം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മുങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തിട്ടാണ് ആ ഒരു കോമ്പൻസേഷൻ അവർക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ശരിക്കും ഈ റിട്ടൻഷൻ എമൗണ്ട് എന്നുള്ള സ്കീം കേട്ടോ. ഓക്കെ, അത് നമുക്ക് തന്നെ തിരിച്ച് നൽകും അവർ. 3 വർഷം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഫുൾ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. അപ്പോൾ ശരിക്കും നമുക്കതൊരു സേവിങ് ആവും ആ സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് ബോണ്ട് എന്ന് കണ്ടിട്ട് നിങ്ങളതിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അധിക എന്താണ് ഇത്തരം മേഖലയിലൊക്കെ ബോണ്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളതിലേക്ക് സെലക്ട് ചെയ്തു വിചാരിക്കുക, ഒരുപാട് സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ മേലെ പറഞ്ഞു. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് അതിൻ്റേതായിട്ടുള്ള ചിലവുകളും അതിൻ്റേതായിട്ടുള്ള എന്താണ് ഇപ്പം വേക്കൻസികളൊക്കെ വന്നു, നിങ്ങൾ അതിലേക്ക് ട്രെയിനിങ് ഒക്കെ തന്നു, പ്രൊബേഷനൊക്കെ കഴിഞ്ഞു, പ്രോപ്പറായുള്ള കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ പെട്ടെന്ന് നിങ്ങൾ പോകുമ്പോൾ അത് അവർക്ക് എന്താണ് ശരിക്കും അത് നിങ്ങളെ കൊണ്ട് അവർക്ക് മേ ബി നല്ല ലോസ് ഉണ്ടാകും. കാരണം ആ ഒരു പൊസിഷൻ ഒഴിഞ്ഞ് കിടക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ മിനിമം എന്താണ് 3 year ഡ്യൂറേഷനിൽ മിനിമം നമ്മളവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർബന്ധിതമായി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ഈ പറയുന്നത്. നമുക്ക് അവിടുന്ന് കാരണമില്ലാതെ നമുക്ക് പിരിഞ്ഞു പോരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ എമൗണ്ട് റീഫണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഈ എമൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ പിരിഞ്ഞാൽ 3 ലക്ഷം അവർക്ക് എന്ത് കെട്ടി വെക്കേണ്ടി വരും, അല്ലാത്തതാണെങ്കിൽ 50,000. അപ്പോൾ അതിൽ ആരാണോ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്, മേ ബി നിങ്ങളുടെ ഗാർഡിയൻ ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, അപ്പോൾ അവരാണത് കൊടുക്കേണ്ടി വരാം. അപ്പോൾ അതാണ് സംഭവം. അത് വലിയൊരു എന്തല്ല നമ്മളെ ട്രാപ്പ് ചെയ്യുന്നതൊന്നുമല്ല, അതിപ്പോൾ അധികം ഇതിലുണ്ടാകാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ പ്ലേസ്മെൻറ്റ് ഓർ പോസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇനി ട്രാൻസ്ഫർ നമുക്ക് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമായിരിക്കും കേട്ടോ. ഓക്കെ, അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാറ്റഗറി വൈസ് അതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തത്. SC/ST OBC EWS ജനറൽ. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ ഇത് ഫ്രഷേഴ്സിൻ്റെതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് പെർമനൻറ്റിൻ്റെതാണ്, പെർമനൻറ്റ് വേക്കൻസിൻ്റെ. ഇതിൽ FTC ഉണ്ട് കേട്ടോ, അതായത് ഫിക്സഡ് എന്താണ് ടെനർ ആയിട്ടുള്ള രീതിയിൽ. ഞാൻ കാണിക്കാം നിങ്ങൾക്ക് അതിൻ്റെത്. ജസ്റ്റ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കോളം FTC ആണ്. ഓക്കെ, യെസ്, ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് FTC ആണ്. ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് STC. ഓക്കെ, ഫിക്സ്ഡ് ടേം കോൺട്രാക്ട് ബേസ് FTC ആണ്. അപ്പോൾ ഇവിടെ കാണാമെങ്കിൽ IS ഓഫീസർ മുതൽ ഈ പോസ്റ്റുകളൊക്കെ 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഈ രണ്ട് പോസ്റ്റേ ഉള്ളൂ. ഓക്കെ, IS ഓഫീസറും IS സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്ന ഈ 2 പോസ്റ്റ് നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ 3 വർഷം കഴിഞ്ഞാൽ മേ ബി അതെന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇവിടെ. ബാക്കിയുള്ള എല്ലാ പോസ്റ്റും, ഈ 2 പോസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റും എന്താണ്, പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് എല്ലാം എന്താണ് ടെമ്പററി പോസ്റ്റ് അല്ല. ഈ 2 നിങ്ങൾക്കിവിടെ കാണാം, ഫിക്സ്ഡ് ടേം കോൺട്രാക്ട് എന്ന് പറയുന്നത് FTC. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഈ പറയുന്ന IS ഓഫീസറും IS സെക്യൂരിറ്റി ഓഫീസർ, ഈ 2 പോസ്റ്റ് മാത്രം കേട്ടോ. ബാക്കി എല്ലാം എന്താണ്, പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. ഇത് മാത്രം 3 വർഷത്തേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്. അത് മേ ബി എക്സ്റ്റെൻഡ് ആവുന്ന പോസ്റ്റുമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ FTCൻ്റെ കാറ്റഗറി വൈസ് വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏജ് റിലാക്സേഷൻ ആണ്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC NCL ആണെങ്കിൽ അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD നിങ്ങൾക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ് മാൻ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ എന്തായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പാക്കാനുള്ള. ഇനി PWD കാൻഡിഡേറ്റ്സിന് ഏതൊക്കെ പൊസിഷനിലേക്ക് ഏതൊക്കെ കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ BL, VD, HH എന്നൊക്കെ പറയുന്ന ഏതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. B ഫോർ ബ്ലൈൻഡ്, D എന്ന് പറയുന്നത് ഡെഫ്, അല്ലേ, അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് കേട്ടോ, ഓരോ പോസ്റ്റിൻ്റെ നേരമുള്ള. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, HPCL നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയൽ നമ്പർ 2.5 മുതൽ 2.8 ഏതൊക്കെ പോസ്റ്റാണെന്ന് കാണിക്കാം. ഓക്കെ, 2.5 മുതൽ 2.8 ജസ്റ്റ് നമ്മൾ സീരിയൽ നമ്പർ നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് 2.5, 2.5 മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും നിങ്ങൾ HPCL അപ്രൻറ്റിഷിപ്പ്, ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പ് സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ റിലാക്സേഷൻ കമ്പനി തരുന്നുണ്ട്. ഒന്നെന്താണ്, ഒരു 1 ഇയർ ആണ് യൂഷ്വലി അപ്രൻറ്റിഷിപ്പിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ആ 1 ഇയർ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എന്താണ്, എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് 5% നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ, ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 70 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 70 മാർക്കിൻ്റെ 5%, 70 മാർക്കിൻ്റെ 5% നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്ലസ് അഡീഷണൽ ആയിട്ടൊരു ഗ്രേസ് മാർക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 3.5 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് അപേക്ഷ ഫീസൊക്കെ വരുന്നുണ്ട്. SC/ST PWD കാൻഡിഡേറ്റ്സിന് മാത്രം യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 1180 രൂപ എന്ത് ചെയ്യണം, ഫീ ആയിട്ട് അടിക്കണം. 1000 രൂപ ഫീയും 180 രൂപ GST ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ വരും, ജിയോസി ന്യൂസിലാൻഡിൻ്റെ. നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് പ്രൈവറ്റ് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, എയർപോർട്ട് ജോബ്സ് ഒക്കെ. അപ്പോൾ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ഉടനെ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ മന്ത് വൈസ് ഇതായിട്ട് ഫോൾഡർ വൈസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരു ഓപ്പൺ ഗ്രൂപ്പ് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പേജിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ജിയോസി ന്യൂസിലാൻഡ് എന്ന് അടിച്ചാലും മതി കേട്ടോ. നമ്മുടെ ഈ പേജിലേക്ക് വന്നാൽ അവിടെ കാണാം നിങ്ങൾക്ക് കേരള ജോബ്സിലും ലേറ്റസ്റ്റ് ജോബ്സിലും ഒക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് HPCL റിക്രൂട്ട്മെൻറ്റ്, കേരള ജോബ്സിലാണ് HPCL റിക്രൂട്ട്മെൻ്റ് ആണ്. ജസ്റ്റ് നമ്മളത് ഓപ്പൺ ആക്കാം. ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ താഴെ നോക്കാം, ഇവിടെ 5 പോസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇതിൽ തന്നെ സെർച്ച് ബാറുണ്ട്, HPCL എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ HPCL ഈ ടൈറ്റിൽ നെയിം ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. HPCL റിക്രൂട്ട്മെൻറ്റ് 2025 അപ്ലൈ ഓൺലൈൻ 372 ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ളത്. ജസ്റ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പോസ്റ്റിലേക്കാണ് ഓപ്പൺ ആയി വരിക. നിങ്ങൾക്ക് HPCL റിക്രൂട്ട്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇത് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാ, വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഓപ്പൺ ആക്കാം. നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് നേരെ HPCLൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സൈൻ അപ്പ് ഫോർ
ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കാണാം, ഒരു ബ്ലൂ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ ഇൻ ചെയ്യണം, നമ്മൾ ആദ്യം സൈൻ അപ്പ് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഈ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ രജിസ്റ്റർ എന്നുള്ള കൊടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപേക്ഷ. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡെമോ വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കുന്നതാണ്. കമൻറ്റ് കുറവാണെങ്കിൽ നമ്മളത് ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മളിതിൽ ഇരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സാധാ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്ന പോലെ പോരാ, ഇതിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മളത് കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരുപാട് ടൈം പിടിക്കും. ഇപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ്, നമുക്ക് അതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. മറ്റേ നമ്മളിതിൽ എഡിറ്റിംഗ് വരുന്നത് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ടത് കുറേ നമുക്ക് നമ്മൾ സംസാരിക്കാത്ത കുറേ ഏരിയകളുണ്ടാവും നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.